നമുക്കിപ്പോൾ എനിക്ക് ഒരു മിനിറ്റ് ഓക്കെ ഓക്കെ പറഞ്ഞു. നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ആ ഭാഗത്തേക്ക് അപ്പം ഒരാളെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇറക്കാം. അല്ല 4 പേരും വെള്ളത്തിലായിരിക്കുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് ഈ കല്ലുകൾ പതുക്കെ കടന്നിട്ട് ഇതിപ്പം ഞാൻ ഷൂവും കാര്യങ്ങളും ഇട്ടിട്ടുള്ളതുകൊണ്ടാണ്. കടന്നിട്ട് നമുക്ക് അവിടെ ഫ്രണ്ട് ഫിക്സ് ചെയ്യാം, അവിടെ ക്യാമറ വയ്ക്കാം. ഇറങ്ങാൻ പറ്റും. ഞാൻ പോയതാണ് പ്രവീണ, ഞാൻ അവിടെ പോയതാണ്. അങ്ങോട്ട് പോകരുത്. ആ പാറ കണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തൊട്ടപ്പുറത്തുള്ള പാറ, അതാണ് ഞാൻ ഫിക്സ് ചെയ്തത്. അപ്പം അത് കംപ്ലീറ്റ് കിട്ടും. ഒന്ന് അവര് മുഖം കഴിയുന്ന സാധനങ്ങളാണ്. അതെ, വെള്ളത്തിന്റെ ഒരു പിന്നെ അല്ല, സാധാരണ ഒരാൾ എങ്ങനെ കുളിക്കുന്നോ അതേ രീതിയിലുള്ള കുളി. പക്ഷെ ഈ ഭയങ്കരമുള്ള ഫ്ലോയിലും ഈ ഒഴുക്കിന്റെ പുറത്ത് അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ആ കുഴി ഒരു പ്രശ്നമാണ്. അവിടുത്തെ ആ കുഴി ഒരു വലിയ പ്രശ്നമല്ല. ഞാനൊന്ന് ഇതിപ്പോൾ ഇത്രയും ഭയങ്കര മഴയും വെള്ളവും പെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് തോന്നുന്നത്. പക്ഷെ അതിൻ്റേതായിട്ടുള്ളൊരു എഫക്റ്റ് വരില്ല പ്രവീണ. നമ്മുടെ ആ ഫ്ലോയും ഇതും കൂടെ മിക്സ് ചെയ്ത് വരണ്ടേ. അവിടെ ആകുമ്പം ആ ഫ്രെയിംസും ആ ദൂരെയുള്ള ആ ലെഗ് ഫ്രെയിംസും കൂടെ നമുക്ക് അത് ചെയ്യാൻ സാധിക്കും. അപ്പം മാക്സിമം ഷോട്ട്സുകൾ അവിടെ നിന്ന് എടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള പാനിങ് മറ്റുള്ള ഷോട്ട്സും ഇതെല്ലാം പിൽറ്റപ്പും മറ്റതെല്ലാം നമുക്ക് ഇപ്പോൾ തന്നെ അതുകൊണ്ട് അവിടെ ഒരു ഗരുഡൻ ഇരിക്കുകയാണ്, നല്ല ലക്ഷണമാണ്. അപ്പോൾ നമ്മുടെ ഓരോ ഇതിൽ സൂം അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ടിൽറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെടുക്കാൻ സാധിക്കും. പിന്നെ ഇവരുമായിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ ഷോട്ട് മറ്റേ ആ നടി വരുന്നുണ്ടല്ലോ, അതിൽ അഭിനയിക്കുന്ന അവർ വന്നിങ്ങനെ ചോദിക്കുന്ന അതെല്ലാം അത് ക്ലോസപ്പിലാണ്. ആ കുട്ടിയുടെ ആകെ 2 ഡയലോഗല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് രീതിയിൽ നോക്കുക, ഫ്രെയിം ഫിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ ഉദ്ദേശത്തിൽ നമുക്കത് തീർക്കാൻ കഴിയണം. ആ ടൈം 5 മണിക്ക് നമുക്ക് എന്തായാലും നിർത്തണം പ്രവീണ. എന്നുവെച്ചാൽ 5 മണിയാകുമ്പോഴത്തേക്ക് ഇരുട്ട് വീണ് തുടങ്ങും. ആ 5 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താൻ ശ്രമിക്കണം. പിന്നെ പ്രവീണ ഫേസ് 1-2 പ്രാവശ്യം കിട്ടി വരട്ടെ. അപ്പോൾ നിങ്ങളുടെ ബാഗാണ് കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ മോണിറ്റർ, ചെറിയ മോണിറ്റർ ആണെങ്കിൽ മോണിറ്റർ കൊണ്ടുവന്നാൽ കൊള്ളാം, പറ്റുമെങ്കിൽ. വലിയ മോണിറ്റർ ആണെന്നുണ്ടെങ്കിൽ വേണ്ട. എന്നുവെച്ചാൽ എടുത്തപ്പോഴത്തെ മോണിറ്ററൊന്നും വെച്ച് കാണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ചെറുത് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ കൺവിൻസ് ചെയ്യാമല്ലോ. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. പിന്നെ